രാഷ്ട്രവാർത്തയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകൾ പഹൽഗാമിലെ കൂട്ടക്കൊലയാണ്. ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങളിലും ചർച്ചയായി നിലനിൽക്കുന്ന ഒരു വാർത്തയാണ് പഹൽഗാം. ഈ വാർത്തയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ ഭീകര ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും കൂട്ടക്കൊലപാതകങ്ങളെല്ലാം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് പഹൽഗാം സംഭവത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്? ഒന്ന്, സാധാരണ ആക്രമണം നടക്കുന്നത് മറ്റുള്ള ദേശത്തു നിന്ന് വന്ന കുറേ ഭീകരവാദികൾ പെട്ടെന്ന് വന്ന് ആക്രമണം നടത്തി പോകുന്നു. കൊല്ലപ്പെടുന്നത് ആ പ്രദേശത്തെ ജനങ്ങളായിരിക്കും. കൊല്ലാൻ വരുന്നത് വെളിയിൽ നിന്ന് എവിടുന്നോ വന്നവരായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം സംഭവിച്ചത് ആ നാട്ടിലുള്ളൊരു യൂണിറ്റ്, അവിടുത്തെ കുതിര സവാരി ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ള തദ്ദേശീയരുടെ സപ്പോർട്ടോടുകൂടി ആ നാട്ടുകാരാണ് കൃത്യം ചെയ്തത്. കൊല്ലപ്പെട്ടത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് വന്ന ആളുകൾ. ബിസിനസ്സുകാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, ടൂറിസ്റ്റുകളുണ്ട്, സാധാരണക്കാരുണ്ട്. മറ്റൊന്ന്, ഒരു മാസ് അറ്റാക്ക് ആയിരിക്കും. ആരൊക്കെയാണോ മരിക്കുന്നത്, ആർക്കൊക്കെയാണോ അപകടം പറ്റുന്നതെന്നും ഒരു നിശ്ചയമില്ലാത്ത രീതിയിലായിരുന്നു ആക്രമണം നടത്തിയിരുന്നത്. ഇത് കൃത്യമായ അജണ്ടയോടുകൂടി തെരഞ്ഞു പിടിച്ചിട്ടുള്ള ആക്രമണമാണ് ഇപ്രാവശ്യം ഇവിടെ നടത്തിയിട്ടുള്ളത്. അതാണ് മറ്റൊരു പ്രത്യേകത. ഇനി കൗതുകകരമായ ഒരു വസ്തുത, നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളും ബന്ദികളാക്കി കാഫിറുകളെ പിന്നിൽ കൈകെട്ടി വെടിവെച്ച് കൊല്ലുന്നതും വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത് ഇതേ തീവ്രവാദികൾ തന്നെയായിരിക്കും, അവരോടുള്ള ഭയപ്പാട് കൂടാൻ വേണ്ടിയിട്ട് അവർ തന്നെ പ്രചരിപ്പിക്കുന്നു. പഹൽഗാം വിഷയത്തിൽ അവരാരും വീഡിയോ എടുത്തിട്ടില്ല. സോഷ്യൽ മീഡിയയുടെ എല്ലാവിധ പ്രഭാവവും നിലനിൽക്കുന്ന സമയത്ത് ഇതിന് ഇരയായി തീർന്നവർ തന്നെയാണ് പരസ്പരം ഇത് വീഡിയോയിൽ എടുത്ത് എല്ലാവിധ ഡീറ്റെയിൽസും ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു സിനിമയിൽ കാണുന്നത് പോലെ പച്ചയായ ജീവനെ ചുട്ടു കൊല്ലുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുത്തതും പ്രചരിപ്പിച്ചതും കൊല്ലപ്പെട്ടവരോ കൂടെ നിന്നവരോ ആണ്, തീവ്രവാദികളല്ല. ചുളിവിൽ അവരുടെ പ്രചരണം ലഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഒരു ആക്രമണം സംയമനത്തോടുകൂടി അവർക്ക് ചെയ്യാൻ സാധിച്ചു. വലിയ ബഹളമില്ലാതെ ശാന്തമായിട്ടാണ് ആക്രമണം നടത്തിയത്. വലിയ ആക്രോശങ്ങളില്ലാതെ ഒരു ശൂന്യവേള നോക്കി. അങ്ങനെ ചെയ്യാനുള്ളൊരു ആത്മവിശ്വാസം ഈ ടീമിന് എങ്ങനെ ഉണ്ടായി? അതിൻ്റെ പിന്നിൽ ആരാണ്? കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയിൽ നടക്കുന്ന ചില ആഭ്യന്തര കലാപങ്ങൾ, മണിപ്പൂർ കലാപം, ഹരിയാന കലാപം, ഇതെല്ലാം മാധ്യമങ്ങളിൽ പോലും കൂടുതൽ ഇടം പിടിക്കാതെ കലാപം വന്നു, അത് അടിച്ചമർത്തപ്പെട്ടു. അത് ആസൂത്രണം ചെയ്തത് ആരാണ്? അതിൻ്റെ പിന്നിൽ സാമ്പത്തികമായും എല്ലാ പിന്തുണയും ചെയ്തത് ആരാണ്? അതും കൂടി വാർത്തയിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. കാരണം അത് വ്യാപിക്കാതിരിക്കാൻ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് എത്തിയ ഘടകങ്ങൾ എന്തൊക്കെയാണ്? നോട്ട് നിരോധനത്തിന് ശേഷം ആഗോളതലത്തിലുള്ള ഭീകരവാദികൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള വൈരാഗ്യം ഇന്ത്യൻ ഭരണ സംവിധാനത്തോട്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയോട് ഉണ്ടായി. അതിന് കാരണം, നിരോധിച്ചത് ഇന്ത്യൻ കറൻസി ആണെങ്കിലും ലോകത്ത് മുഴുവൻ കള്ളനോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്തത് ഇന്ത്യൻ കറൻസി ആയിട്ടാണ്. അതുകൊണ്ട് ഒത്തിരി തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും അത് വിനയായി. മറ്റൊന്ന്, ഏകീകൃത സിവിൽ കോഡ് അത് കൊണ്ടുവന്നാൽ കുറേ ആളുകൾക്ക് താല്പര്യമില്ല. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തോട് ഒപ്പം ചേർന്ന് നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ സ്വാതന്ത്ര്യ സമയത്ത് തന്നെ ഇന്ത്യ വിട്ടുപോയി. പക്ഷെ അവരുടെ അനുയായികളായി ഇവിടെ തുറന്ന തീവ്രവാദികളുണ്ട്. അതോടൊപ്പം തന്നെ ചേർത്ത് വഖഫ് ബില്ല്, അതിൻ്റെയും അസ്വസ്ഥത ഇവിടുത്തെ തീവ്രവാദി ഗ്രൂപ്പുകൾക്ക്. അതോടൊപ്പം കുറേ NGO സംവിധാനങ്ങൾ, വിദേശ ഫണ്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി മരവിപ്പിച്ചു, കുറേയെല്ലാം ക്യാൻസൽ ചെയ്തു. അങ്ങനെ സാമ്പത്തികമായ ഒരു ഒഴുക്ക് ഏത് സംഘടനയ്ക്കും ഏത് വ്യക്തിക്കും, പ്രത്യേകിച്ച് തീവ്രവാദ സംഘടനകൾക്കും അത് നിലച്ചു പോയാലുള്ള ബുദ്ധിമുട്ട്. പിന്നെ റംസാൻ വ്രതകാലം
പുണ്യമാസമാണ്. എല്ലാ പുണ്യമാസവും കഴിഞ്ഞ് ഒരു വലിയ ആക്രമണം നിലവിൽ എല്ലാ വാർത്തകളിലും ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നോക്കിയാൽ പറ്റിയൊരു സമയത്ത് ശൂന്യവേളയിൽ കുറേ നിരപരാധികളെ നിർദാക്ഷിണ്യം ബന്ധുക്കളുടെ മുമ്പിൽ ഇട്ട് കൊന്നുകളഞ്ഞു. ഇനി ഇതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും? ഇവിടുത്തെ രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകരുടെ സമീപനം എന്താണ്? അത് അടുത്ത വീഡിയോയിൽ കാണാം. പഹൽഗാമിൽ മരിച്ച ധീരരായ ഇന്ത്യക്കാർക്ക് എല്ലാ പ്രണാമങ്ങളും അർപ്പിക്കുന്നു.